ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീൻ പൊള്ളിച്ചതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഉള്ളത് കാരണം നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല, അല്ലാതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിരിയൻ മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവമാകണം. അപ്പോൾ നമ്മൾക്ക് അതിനായിട്ട് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഒരു കുഴമ്പ് പരുവാക്കാം നമുക്ക്. അങ്ങനെ ഞാൻ കുഴമ്പ് പരുവാക്കി എടുത്തിട്ടുണ്ട് നമ്മളുടെ മസാല. അതിനുശേഷം ഞാൻ സിലോപ്പിയ മീനാണ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ആ മീനിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ആ മസാല ഇട്ട് കൊടുക്കുകയാണ്. പകുതി മസാല ഞാൻ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ബാക്കി പകുതി അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ആ മസാല ആ മീനിലേക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല ദശയുള്ള മീനാണല്ലോ സിലോപ്പിയ, മുഴുത്ത സിലോപ്പിയാണ്, അത് കാരണം ദശയുണ്ട്. ദശയുള്ള മീനാണ് നമ്മൾക്ക് പൊള്ളിക്കുവാൻ നല്ലത്. ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്, മീൻ പൊള്ളിച്ചത്. നമുക്ക് ഒത്തിരി താമസമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. മസാല ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് അത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലും ഒക്കെയായിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ആ ബാക്കിയുള്ള മസാല നമ്മൾക്ക് പിന്നീട് ആവശ്യമുണ്ട്, അത് ഇരിക്കട്ടെ. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ മീൻ കഷ്ണം എടുത്ത് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് പാനായത് കാരണം നമുക്കത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാതെ തന്നെ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കുവാൻ സാധിക്കും. നമ്മൾ മീനൊക്കെ വറുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്.
എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന രീതി ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കറിയാം എങ്കിലും ഇപ്പോൾ നമ്മളുടെ മീനിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇനി നമ്മൾക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ആ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ നമുക്ക് വറുക്കാൻ പറ്റുന്നത്. ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഞാനത് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ടു. അടുത്ത സൈഡും കൂടി നമുക്ക് മൊരിച്ചെടുക്കണം. ഇപ്പം എൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ കഷ്ണമെല്ലാം 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ കഷ്ണമെല്ലാം ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാലയുണ്ടല്ലോ, ആ മസാല നമുക്ക് അതിലേക്ക് നമ്മൾ മീൻ വറുത്ത് കഴിയുമ്പോൾ അതിൽ ബാക്കി എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് നമുക്ക് ആ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ നമുക്ക് ആ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ആ മസാല ആ എണ്ണയ്ക്കകത്തിട്ട്. അപ്പം നമ്മുടെ മസാല എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടും. നമ്മുടെ മസാല നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അരമുറി തേങ്ങ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ചേർത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കിയിട്ട് കുറച്ച് കുറവാണ്, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് ഉപ്പ് എല്ലായിടത്തും ആകുന്ന വിധത്തിലാക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ച് ആ ചാറൊന്ന് വറ്റിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ മീൻ ഫ്രൈ ആയാലും അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് ആ പാലിൽ കിടന്ന് വെന്ത് വരുമ്പോൾ വളരെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, നമ്മുടെ മീൻ പൊള്ളിച്ചത് വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത്. നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ പെറുക്കി വെച്ചിട്ട് ആ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഇത്. നമ്മൾക്ക്
അപ്പത്തിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് കണ്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഉണ്ടാക്കി നോക്കുകയും വേണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.